എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. പുതുവർഷം നിങ്ങൾക്ക് ഏവർക്കും വളരെ സന്തോഷത്തിൻ്റെതാകട്ടെ, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ ആനന്ദകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. നമുക്ക് അവിടെ നിന്ന് തുടരാം. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം നമ്മൾ കണ്ടതാണ്. എങ്കിലും ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എ ബോഡി കൺസ്ട്രെയിൻ ടു എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെടുക, മൂവ് അലോങ് ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസിലൂടെ മൂവ് ചെയ്യാൻ ഒരു വസ്തുവിനെ നിർബന്ധിക്കപ്പെടുകയാണ്. ഇസഡ് ആക്സിസിൽ കൂടെയുള്ള യൂണിറ്റ് വെക്ടർ നമുക്കറിയാം കെ ക്യാപ്പ് ആണ്. കെ ക്യാപ്പ് of a coordinate system is subjected to a constant force F. F തന്നിട്ടുണ്ട്. F is equal to F equal minus I plus 2J plus 3K. അത്ര ന്യൂട്ടൺ ആണ്. ഇത്രയും ന്യൂട്ടൺ ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ N ന്യൂട്ടൺ. What is the work done ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Work done by this force in moving the body a distance of 4 meter. Distance D എന്ന് പറഞ്ഞ വെക്ടർ 4 മീറ്റർ വെക്ടർ ആയിട്ടില്ല, മാഗ്നിറ്റ്യൂഡേ ആയിട്ടുള്ളൂ. എലോങ് ഇസഡ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ K ആണ്. അപ്പോൾ ഇത് നമ്മളെ നിർബന്ധിക്കുന്നത് ഡിസ്റ്റൻസ് 4K ക്യാപ്പ് എന്ന് എഴുതാനാണ്. 4K ക്യാപ്പ്. അപ്പം നമുക്കറിയാം ഫോഴ്സിനകത്ത് I കമ്പോണൻറ്റും J കമ്പോണൻറ്റും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസിനെ നമ്മൾ ഇങ്ങനെ എഴുതും: 0 I ക്യാപ്പ് I ഇല്ല, അതുകൊണ്ട് 0 I ക്യാപ്പ് പ്ലസ് J ഇല്ല, അതുകൊണ്ട് 0 J ക്യാപ്പ് പ്ലസ് 4K ക്യാപ്പ് പ്ലസ് 4K ക്യാപ്പ്. അതാണ് ഡിസ്റ്റൻസ്. അത്ര മീറ്റർ ആണ് ഡിസ്റ്റൻസ്. നമുക്ക് വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വർക്ക് എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി ആണ്. എഫ് ഡോട്ട് ഡി ആണ് വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് വെക്ടർ ഡോട്ട് ഡി വെക്ടർ. നമുക്ക് എഴുതാൻ W ഇസ് ഈക്വൽ ടു, ആദ്യം എഫ് വെക്ടർ എഴുതുന്നു, മൈനസ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ -1 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ്. അതാണ് എഫ്. 3 കെ ക്യാപ്പ് ബ്രാക്കറ്റിൽ എഴുതി ഡോട്ട് ഇട്ടു. താഴെയായിട്ട് ഡി എഴുതാൻ പോവാണ്. ഡി എന്ന് പറഞ്ഞാൽ 0 ഐ ക്യാപ്പ് പ്ലസ് 0 ജെ ക്യാപ്പ് പ്ലസ് 4K ക്യാപ്പ്. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇതാണ് എഫ് ഡോട്ട് ഡി. W ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി. ഇനി ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. AX I ക്യാപ്പ് പ്ലസ് BY J ക്യാപ്പ് പ്ലസ് AX I ക്യാപ്പ് പ്ലസ് AY J ക്യാപ്പ് പ്ലസ് AZ K ക്യാപ്പ്. ആ രീതിയിലാണ് ഇത് തന്നിരിക്കുന്ന ഫോഴ്സ്. AX പകരം 1 ആണ്, -1 ആണ് ഇവിടെ. AYക്ക് പകരം 2 ആണ് ഇവിടെ. AZന് പകരം 3 ആണ്. AZന് പകരം 3 ആണ്. അതുപോലെ ഡിസ്റ്റൻസ് തന്നേക്കുന്ന BX I ക്യാപ്പ് പ്ലസ് BY J ക്യാപ്പ് പ്ലസ് BZ K ക്യാപ്പ്. ആ രീതിയിലാണ്. BX 0 ആണ്, BY 0 ആണ്, BZ 4 ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് എ വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് നമുക്കറിയാം. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു AX BX പ്ലസ് AY BY പ്ലസ് AZ BZ. അങ്ങനെയാണ് നമ്മൾ ഫോർമുല ആയിട്ട് പറയുക. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഇപ്പൊ ഇവിടെ ആദ്യത്തെ ടേം, ഈ ഡോട്ട് പ്രോഡക്റ്റിന്റെ വർക്കിന്റെ ആദ്യത്തെ ടേം AX BX, AX -1 ഇൻറ്റു 0. പിന്നെ അടുത്ത് AY BY, അത് 2 ഇൻറ്റു 0 പ്ലസ് AZ BZ
AZ BZ അത് 3 into 4 3 into 4 അങ്ങനെ. പിന്നെ I cross J I dot J 0 ആണ്, I dot K 0 ആണ്. അതൊക്കെ എടുത്താണ് നമ്മൾ ഈ ഫോർമുല എത്തിയേക്കണേ. ഇപ്പൊ -1 into 0 0, 2 into 0 0 0 plus 2 into 0 0 plus 3 into 4 12 12 it is equal to വർക്ക് എന്ന് പറഞ്ഞത് 12 ജൂൾ എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച്. 12 ജൂൾ ഇതാണ് വർക്ക്. 12 ജൂൾ വർക്കാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇനി വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈമാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൈനറ്റിക് ഹോണ്ട. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന വസ്തുക്കളെയാണ് കൈനറ്റിക് എന്ന് ഇന്നത്തെ മുമ്പ് ഉപയോഗിച്ച് നമ്മൾ പറയുക. കൈനറ്റിക് എനർജി മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. ഇഫ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ് എം ഹാസ് വെലോസിറ്റി v വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് കൈനറ്റിക് എനർജി k is equal to half mv square. K is equal to half mv square. കൈനറ്റിക് എനർജി അതാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv സ്ക്വയർ ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഈ v 0 ആണെങ്കിൽ v ഇവിടെ 0 ആണ്. v 0 ആണെങ്കിൽ ഹാഫ് m into 0 സ്ക്വയർ അത് 0 എന്ന് വരും. അപ്പൊ റെസ്റ്റിലുള്ള വസ്തുവിനെ ഇല്ലാത്ത ഒരു സംഗതിയാണ് കൈനറ്റിക് എനർജി. റെസ്റ്റിലുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ് കൈനറ്റിക് എനർജി. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. K is equal to കൈനറ്റിക് എനർജി K is equal to 1/2 mb സ്ക്വയർ mb ഗുണം v mb സ്ക്വയർ. ഈ mb എന്ന് പറയുന്നത് മൊമെന്റം p ആണ്. mb എന്ന് പറയുന്നത് മൊമെന്റം p ആണ്. ഇവിടെ ഒരു മാസ് കൊണ്ട് ഗുണിച്ചിട്ട് അതേ മാസ് കൊണ്ട് ഹരിക്കുവാണെങ്കിൽ m/m അങ്ങ് വെട്ടിപ്പൊക്കോളും. അതങ്ങ് ചേർക്കുവാണെങ്കിൽ ഈ ഭാഗം മൊമെന്റം ആയിട്ടിരിക്കും, mb ആയിട്ടിരിക്കും p. ഇപ്പൊ ഒരു മാസം കൊണ്ട് ഗുണിക്കുകയും അതേ മാസം കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു. അപ്പൊ രണ്ടും ക്യാൻസൽ ആയിട്ട് അതിന്റെ ഇഫക്റ്റ് ഇല്ലാണ്ടായിക്കോളും. മുകളിൽ നമുക്ക് മൊമെന്റം കിട്ടും. മൊമെന്റം വരുമ്പോൾ മാസ് താഴെ വരും. p/m അല്ലെങ്കിൽ നമുക്കറിയാം p is equal to mb, അങ്ങനെ വേണമെങ്കിലും എടുക്കാം. v is equal to p/m അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ മാസം കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്താൽ മതി. mb. ഇപ്പൊ ഈ mb എന്ന് പറഞ്ഞാൽ p ആണ്, ഈ mb-യും p ആണ്. ഇവിടെ p into p എന്ന് വരും. അപ്പൊ കൈനറ്റിക് എനർജി K is equal to p into p, p square by 2m. അങ്ങനെ നമുക്ക് കിട്ടും. p square by 2m എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. p എന്ന് പറഞ്ഞ മൊമെന്റത്തിന്റെ ടേമിൽ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി K is equal to p square by 2m. അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ കൈനറ്റിക് എനർജിയെ മാസ് കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്താൽ മതി. ഇപ്പൊ കൈനറ്റിക് എനർജിയുടെ ന്യൂമറേറ്റർ p സ്ക്വയർ എന്നാവും, ഡിനോമിനേറ്റർ 2m എന്നായിട്ട് മാറും. ഇപ്പൊ p square by 2m അങ്ങനെ വേണമെങ്കിലും നമുക്ക് കൈനറ്റിക് എനർജിയെ എഴുതാം. അപ്പൊ കൈനറ്റിക് എനർജി K is equal to half mv square. v സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? v സ്ക്വയർ എന്ന് പറഞ്ഞാൽ v dot v ആണ് ശരിക്കും. v സ്ക്വയർ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ a dot a ആണ് നമ്മൾ പറഞ്ഞത്. v സ്ക്വയറിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെലോസിറ്റിയുടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. v വെക്ടർ. കൈനറ്റിക് എനർജി ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് കൈനറ്റിക് എനർജി. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് പറയാവുന്ന ദിശയൊന്നുമില്ല. കൈനറ്റിക് എനർജി ദ മെഷർ ഓഫ് ദ വർക്ക് ഡൺ ബൈ ആൻ ഒബ്ജക്ട് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അതാ ഡെഫിനിഷൻ. കൈനറ്റിക് എനർജിയുടെ ഡെഫിനിഷൻ ആണ് ഇറ്റ് ഈസ് മെഷർ ഓഫ് ദ വർക്ക് ഡൺ ആണ് ശരിക്കും കൈനറ്റിക് എനർജി. ഏതെങ്കിലും രീതിയിലുള്ള ഒരു വർക്കാണ് കൈനറ്റിക് എനർജി ആയിട്ട് മാറുക. മെഷർ ഓഫ് ദ വർക്ക് ഡൺ ബൈ ആൻ ഒബ്ജക്ട് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. ഒരു വസ്തുവിന്റെ ചലനം കാരണം അതിന് കിട്ടുന്ന ഒരു എനർജി ഫോമാണ് കൈനറ്റിക് എനർജി എന്ന് പറയുക. കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം p അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv സ്ക്വയർ ആണ്. ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഹാഫ് mv സ്ക്വയർ ഇൻറ്റു m/m കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്തു. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു പിന്നെ v നമ്മൾ v ഇൻറ്റു v എന്ന് എഴുതി. സാറ് നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണും. v ഇൻറ്റു v എന്ന് എഴുതിയിട്ട് ആദ്യത്തെ ടേം mb v സ്ക്വയർ നമ്മൾ v ഇൻറ്റു v എന്ന് എഴുതി. ആദ്യത്തെ ടേം mb ഇവിടെ ഉണ്ട്. ഹാഫ് ഇൻറ്റു mb ഇൻറ്റു ഇനി അടുത്ത ടേം ഈ എമ്മും ഈ വിയുടെ കൂട്ടി
അത് എം ബി ഡിവൈഡ് ബൈ താഴെ ഒരു 2 ഒരു എം ബൈ 2m ബൈ 2. അപ്പൊ നമുക്ക് കിട്ടും കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്ന് നമുക്ക് കിട്ടും. കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇനി പബ്ലിക് എക്സാമിനേഷൻ സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, 2 ചോദ്യങ്ങളാണ്. ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി ഹാവ് ഈക്വൽ മൊമെന്റം സെയിം ആണ്. ഒരു ഹെവി ബോഡിക്കും ലൈറ്റ് ബോഡിക്കും ഒരേ മൊമെന്റം ആണ്, മൊമെന്റം സെയിം ആണ്. മൊമെന്റം സെയിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. പി സ്ക്വയർ ബൈ 2m. പി സ്ക്വയർ ബൈ 2m. പി സ്ക്വയർ ബൈ 2m. അപ്പൊ നമ്മളോട് പറഞ്ഞു മൊമെന്റം സെയിം ആണ്, പി സെയിം ആണ്. പി സെയിം ആണെങ്കിൽ പി സ്ക്വയറും സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടും കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു പി സെയിം ആണെങ്കിൽ പി സെയിം ആണ്, പി സ്ക്വയർ ബൈ 2 സെയിം ആയിരിക്കും. ഇത്രയും കോൺസ്റ്റന്റാ, രണ്ടും കോൺസ്റ്റന്റ് സെയിമാ. പിന്നെ ഉള്ളത് 1/m. കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു 1/m. അപ്പം അത്രയും കാര്യത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദം ഹാവ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി കൂടുതൽ ഏതിനാണെന്നാണ് ചോദ്യം. ഒരു ഹെവി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ബസ്, ലൈറ്റ് ബോഡി ഒരു കാറ്, അല്ലെങ്കിൽ ലോറി സ്കൂട്ടറും. ലോറി ഹെവി ബോഡി, സ്കൂട്ടർ ലൈറ്റ് ബോഡി, രണ്ടും ഒരേ മൊമെന്റം ആണ്. ഏതിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ എന്നാണ് ചോദ്യം. അപ്പൊ ഏതിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ? കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. പി സെയിം ആണ്, പി സ്ക്വയർ ബൈ 2 സെയിം ആണ്. ഇപ്പൊ കെ പ്രൊപ്പോർഷണൽ ടു 1/m നമുക്ക് എഴുതാം. എം കൂടിയാൽ കെ കുറവായിരിക്കും. എം ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് കെ കൂടുതലായിരിക്കും. എം കൂടിയാൽ കെ കുറവായിരിക്കും. എം കൂടിയാൽ കെ കുറവായിരിക്കും. എം കുറഞ്ഞാൽ കെ കൂടുതലായിരിക്കും. അപ്പൊ എം ലെസ്, എം കുറവ്. ഈ എം കുറവാണെങ്കിൽ കെ കൂടുതൽ, കെ മോർ. ഇപ്പൊ മാസ് കുറഞ്ഞതിന് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. മാസ് കുറഞ്ഞതിന് ഏതാ മാസ് കുറഞ്ഞത്? ലൈറ്റ് ബോഡിക്ക് ഗ്രേറ്റർ കൈനറ്റിക് എനർജി ഉണ്ടാവും. ലൈറ്റ് ബോഡിക്കായിരിക്കും കൂടുതൽ കൈനറ്റിക് എനർജി. അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി ഹാവ് ഈക്വൽ മൊമെന്റം. വിച്ച് ഓഫ് ദം ഹാവ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. കെ പ്രൊപ്പോർഷണൽ ടു 1/m. എം കുറഞ്ഞാലേ കൈനറ്റിക് എനർജി കൂടുകയുള്ളൂ. അതുകൊണ്ട് എം കുറവുള്ളത്, ഇഫ് എം ഈസ് ലെസ്, അതായത് ലൈറ്റ് ബോഡി, കെ ഈസ് മോർ, കൈനറ്റിക് എനർജി കൂടുതൽ. ലൈറ്റ് ബോഡിക്കായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ. കൈനറ്റിക് എനർജി ഈസ് മോർ ഫോർ ലൈറ്റ് ബോഡി എന്ന് നമുക്ക് പറയാം. അത് ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എ ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. ഒരു ഹെവി ബോഡിക്കും ഒരു ലൈറ്റ് ബോഡിക്കും ഒരേ കൈനറ്റിക് എനർജി ആണുള്ളത്. ഒരു ഹെവി ബോഡിക്കും ഒരു ലൈറ്റ് ബോഡിക്കും ഈക്വൽ കൈനറ്റിക് എനർജി ആണുള്ളത്. വിച്ച് ഓഫ് ദം ഹാവ് ഗ്രേറ്റർ മൊമെന്റം? അവയിൽ ഏതിനാണ് കൂടുതൽ മൊമെന്റം എന്നാണ് ചോദ്യം. അതേ ചോദ്യം തന്നെ ഇപ്രാവശ്യം നേരത്തെ ഈക്വൽ മൊമെന്റം ആയിരുന്നു. ആ ചോദ്യത്തിന് ആദ്യം ഈക്വൽ മൊമെന്റം ആയിരുന്നു രണ്ടിനും. ഇപ്പൊ കൈനറ്റിക് എനർജി ലൈറ്റ് ബോഡിക്കാണ് കൂടുതൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. ഒരേ കൈനറ്റിക് എനർജി ഉള്ള കെ സെയിം. ഇപ്പൊ നമുക്കറിയാം കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2mk. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2mk. ഒരേ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി സെയിം ആയതുകൊണ്ട് 2ഉം കെയും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എം എന്ന് എഴുതാം. പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എം. കൂടുതൽ കരുതി എഴുതുവാണെങ്കിൽ റൂട്ട് എടുക്കുകയാണെങ്കിൽ പി കിട്ടും. പി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. റൂട്ട് എം വരെ പോകേണ്ട ആവശ്യമില്ല. പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എം മൊമെന്റം. ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദം ഹാവ് ഗ്രേറ്റർ മൊമെന്റം? കൂടുതൽ മൊമെന്റം ഏതിനാ? ഈ ചോദ്യം ഇവിടെ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നോക്കിയാലും നിങ്ങൾക്ക് ഉത്തരം പറയാം. പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എം ആണ് ഇവിടെ. പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എം. പി സ്ക്വയർ എമ്മിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എം. അപ്പൊ എം കൂടുതലാണെങ്കിൽ പി സ്ക്വയറും കൂടുതലായിരിക്കും. എം കൂടുതലാണെങ്കിൽ പി സ്ക്വയറും കൂടുതലായിരിക്കും. എം കൂടിയാൽ പി സ്ക്വയറും കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. ഇപ്പൊ എം കൂടിയത് ഏതാ? എം കൂടിയത് എന്ന് പറയുന്നത് ഹെവി ബോഡിയാണ്. ഹെവി ബോഡിക്കാണ് മാസ് കൂടുതൽ. അപ്പൊ മാസ് കൂടിയ ബോഡിക്കാണ് മൊമെന്റം കൂടുതൽ എന്നർത്ഥം.
പി ഗ്രേറ്റർ എം ഗ്രേറ്റർ പി ഗ്രേറ്റർ. അതാണ് കാര്യം. എ ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. വിച്ച് ഓഫ് ദം ഹാവ് ഗ്രേറ്റർ മൊമെന്റം. മൊമെന്റം കൂടുതൽ ഏതിനാണെന്നാണ് ചോദ്യം. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2mk. അതിന് മുമ്പ് കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്നുള്ള ഫോർമുല എഴുതണം. കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ആ ഫോർമുല നിങ്ങൾ ബുക്കിൽ എഴുതണം. എല്ലാവരും നോട്ട് എഴുതുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും കൈറ്റിന്റെ ക്ലാസ് പ്രത്യേകമായിട്ട് കണ്ട് അതിന്റെ നോട്ടും എഴുതണം. ബുക്കിന്റെ ഒരു സൈഡിൽ നിന്ന് ക്ലാസ് നോട്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് കൈറ്റിന്റെ നോട്ടും എഴുതണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ലിസ്റ്റ്, ആ വിവരങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ അറ്റൻഡ് കാണിക്കണം. ആ ഫോർമാറ്റിൽ തന്നെ കാണിക്കണം. അതെല്ലാം പിന്നീടുള്ള CE മാർക്ക് ഇടുന്നതിനൊക്കെ പരിഗണിക്കുന്നതാണെന്നാണ് ഗവൺമെന്റ് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫോക്കസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഏറ്റവും അവസാനം ഗവൺമെന്റ് തരും. ഫസ്റ്റ് ഇയറിന് വേണ്ടി പരീക്ഷയ്ക്ക് മുമ്പ് 2-3 മാസം മുമ്പ് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഈ ഭാഗങ്ങളെല്ലാം പഠിച്ച് അന്ന് ഫോക്കസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ അന്നന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫിസിക്സ് എളുപ്പമാവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. കഴിഞ്ഞ നടന്ന 3 എക്സാമിനേഷനിലും അവസാനത്തെ എക്സാമിനേഷന് നിങ്ങൾ അത്ര ആശാവഹമായിട്ടല്ല എഴുതിയേക്കുന്നത്. വളരെ ഭൂരിഭാഗം ആൾക്കാരും വളരെ ഉഴപ്പൻ മട്ടിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇങ്ങനെ ഉഴപ്പാണ് നമ്മൾ ഉഴപ്പുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ പ്രതിഫലം കിട്ടും. നമ്മൾ നന്നായിട്ട് അന്നന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയും പ്രതിഫലം കിട്ടും. അതിൽ സാറിനോ മാതാപിതാക്കൾക്കോ ഒന്നും യാതൊരു റോളും ഇല്ല. എല്ലാം നിങ്ങളുടെ ഭാഗത്താണ് ഇരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ നമുക്ക് ധാരാളം എക്സ്ക്യൂസസ് പറയാം. പഠിക്കാതിരിക്കുന്നതിനുള്ള ഇഷ്ടം പോലെ എക്സ്ക്യൂസസ് പറയാം. മൊബൈല് നോക്കാൻ പറ്റത്തില്ല, മൊബൈല് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനല്ലാതെ ഗെയിം കളിക്കും മറ്റുമായിട്ട് ഫുൾ ടൈമും മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് സാറിന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. പല മാതാപിതാക്കളെ സാറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുട്ടികളാണല്ലോ എന്നോർത്താണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് മൊബൈൽ ഉപയോഗിക്കുന്നതിലേക്ക് പോകാത്തതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധയോടെ അന്നന്ന് തന്നെ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2mk. പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു m ഇഫ് m ഈസ് മോർ ഹെവി ബോഡി. ഹെവി ബോഡിയാണ് മോർ ആയിട്ടുള്ളത്. അപ്പം അതിന് മൊമെന്റത്തിന്റെ സ്ക്വയറും മൊമെന്റവും കൂടുതലായിരിക്കും. പി സ്ക്വയറും പിയും അതിന് കൂടുതലായിരിക്കും. ഇപ്പൊ ഹെവി ബോഡിക്കായിരിക്കും മൊമെന്റം കൂടുതൽ. കൈനറ്റിക് എനർജി ഈക്വൽ ആണെങ്കിൽ ലൈറ്റ് ബോഡിക്കായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ മൊമെന്റം ഈക്വൽ ആണെങ്കിൽ. അങ്ങനെ ഈ 2 ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിനേഷന് പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്താണ് വർക്ക് എനർജി തിയറം എന്ന് പറയും. വർക്ക് എനർജി തിയറം ആ പേരിൽ നിന്ന് തന്നെ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ നിങ്ങൾ ഓർക്കുന്നതാണ്. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താണ്? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അതാണ് ഇമ്പൾസ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇവിടെ വർക്ക് എനർജി തിയറം എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. The change in kinetic energy of a particle is equal to the work done on it by the net force. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. The change in kinetic energy is equal to work done. The change in kinetic energy is equal to work done. അത്രയാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുക. അതിന്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്കത് പഠിക്കാവുന്നേ ഉള്ളൂ. The change in kinetic energy is equal to work done. Work done. U and V are the initial and final speeds. D, the distance traversed. U and V are the initial and final speeds. And D, distance traversed. സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ഒരു ലൈനിലൂടെ സഞ്ചരിക്കുന്നു. ഇനീഷ്യൽ വെലോസിറ്റി U ആയിരുന്നു, ഫൈനൽ വെലോസിറ്റി V ആയി. അതിനിടയ്ക്ക് അത് സഞ്ചരിച്ച ദൂരമാണ് D. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം V സ്ക്വയർ മൈനസ് U സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a into displacement d. 2a into d. നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാഫ് എം കൊണ്ട് ഗുണിക്കുന്നു. ഇതിനെ മുഴുവൻ ഹാഫ് എം കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. മൊത്തത്തിനെയും ഗുണിക്കുന്നു. അപ്പൊ ആദ്യത്തെ ടേമിനെ നമ്മൾ ഗുണിക്കുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഹാഫ് എം കൊണ്ട് ഇതിനെ മുഴുവൻ ഗുണിക്കുന്നു. ഹാഫ് എം വി സ്ക്വയർ
മൈനസ് അടുത്ത ടേമിനെ ഹാഫ് എം യു സ്ക്വയർ, ഹാഫ് എം യു സ്ക്വയർ, ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ, ഹാഫ് എം ബി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2AD 2AD. അപ്പോൾ ഹാഫ് എം ബി സ്ക്വയർ എന്താണ്? അത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ്, KF ഫൈനൽ കൈനറ്റിക് എനർജി, മൈനസ് ഹാഫ് എം യു സ്ക്വയർ എന്താണ്? യു ഇനിഷ്യൽ വെലോസിറ്റി ആണ്, അതുകൊണ്ട് അത് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്, KF മൈനസ് KI. അപ്പൊ ഇത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് കിട്ടി, ഡെൽറ്റ K ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. അതാ ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം 2ഉം ക്യാൻസലായി, എമ്മും എയും ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ആണ്, എമ്മും എയും ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ആണ്. അപ്പൊ എം ഇൻറ്റു എ ഫോഴ്സ് ഇൻറ്റു ഡി ഡിസ്പ്ലേസ്മെന്റ് എഫ് ഇൻറ്റു ഡി. നോക്കിയിട്ട് KF മൈനസ് KI, KF എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ, വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, ബി ഫൈനൽ വെലോസിറ്റി. ഇപ്പൊ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞത് KF, അത് ഫൈനൽ കൈനറ്റിക് എനർജി KF ഇസ് ഈക്വൽ ടു KF മൈനസ് ഹാഫ് എം യു സ്ക്വയർ, ഹാഫ് എം യു സ്ക്വയർ, ഹാഫ് എം യു സ്ക്വയർ, ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ, അത് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്, ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്, ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്, അത് KI ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി. എഫ് ഇൻറ്റു ഡി നമുക്കറിയാം വർക്ക് ഡൺ. KF മൈനസ് KI ഡെൽറ്റ K, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ W by the force F. That force F is given by F is equal to MA. F is equal to MA. MA എന്ന് പറഞ്ഞ ഫോഴ്സ്, ഡി എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ്, F ഇൻറ്റു ഡി W. അതാണ് വർക്ക് എനർജി തിയറം എന്ന് നമ്മൾ പറയുക. ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2A ഇൻറ്റു ഡി. നമ്മൾ പഠിച്ചിട്ടില്ല 2AS. ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2AS. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AS എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ് ബൈ ഹാഫ് എം അല്ലെങ്കിൽ M/2. M/2 എന്ന് പറഞ്ഞാൽ ഹാഫ് എം ബി ഒബ്റ്റെയിൻ, ഹാഫ് എം ബി സ്ക്വയർ, ബി സ്ക്വയറിനെ ഹാഫ് എം കൊണ്ട് ഗുണിക്കുമ്പോൾ ഹാഫ് എം ബി സ്ക്വയർ മൈനസ് യു സ്ക്വയറിനെ ഹാഫ് എം കൊണ്ട് ഗുണിക്കുമ്പോൾ ഹാഫ് എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു MA ഇൻറ്റു ഡി. അതിൽ MA എന്ന് പറയുന്നത് F എന്ന് മനസ്സിലാക്കുക. MA എന്ന് പറഞ്ഞ F, അതായത് F ഇൻറ്റു ഡി. അപ്പം ഹാഫ് എം ബി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. KF മൈനസ് KI ഇസ് ഈക്വൽ ടു W. KI ആൻഡ് KF ആർ റെസ്പെക്റ്റീവ്ലി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ കൈനറ്റിക് എനർജീസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതാണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം. അപ്പൊ താഴെ ഇങ്ങനെ എഴുതണം, താഴെ ഇങ്ങനെ എഴുതി ചേർക്കണം, ഇതിൻ്റെ കൂടെ താഴെ ഇങ്ങനെ എഴുതി ചേർക്കണം, ഇങ്ങനെ എഴുതിക്കണം. വർക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക്. അത് ഓർത്ത് വെക്കുകയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക്, അതാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുക. വർക്ക് എനർജി തിയറം എന്ന് നമ്മൾ പറയും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് നമ്മൾ പറയും. അത് വർക്ക് എനർജി തിയറമാണ്. വർക്ക് എനർജി തിയറം. ഇപ്പം മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മെക്കാനിക്കൽ എനർജി, ഒരു മെഷീൻ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് മെഷീൻ എന്ന ടേം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഈ എനർജി 2 ടൈപ്പ് എനർജി അതുള്ളത്, സാർ അത് പറഞ്ഞില്ല. എനർജി 2 ടൈപ്പ് സാധാരണ രീതിയിൽ, ഒന്ന് കൈനറ്റിക് എനർജി, അടുത്തത് പൊട്ടൻഷ്യൽ എനർജി. ജനറൽ ആയിട്ട് എനർജിയെ തിരിക്കുമ്പോൾ 2ആയിട്ടാണ് തിരിക്കണേ, ഒന്ന് കൈനറ്റിക് എനർജി, 2 പൊട്ടൻഷ്യൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്നാണ് ആ രണ്ടിനെയും കൂട്ടി പറയുക, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. അതിൽ മൂവ് ചെയ്യുന്ന വസ്തുക്കളുടെ എനർജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞ കൈനറ്റിക് എനർജി. പിന്നെ വർക്ക് എനർജി തീറവും പറഞ്ഞു. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് തെറ്റില്ല. ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുക. പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ സ്റ്റോർഡ് എനർജി. ഒരു വസ്തു സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ സ്റ്റോർഡ് എനർജി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വസ്തുവിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ സ്റ്റോർഡ് എനർജി ബൈ വിർച്യൂ ഓഫ് ദ പൊസിഷൻ, or state of strain, position or state of strain or
configuration of a body. Position or state of strain or configuration of a body. പൊസിഷനോ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനോ കോൺഫിഗറേഷനോ കാരണം. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയേക്കുന്ന ആ പ്രത്യേക പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ്. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ ആയിട്ടുള്ള അവസ്ഥ. വിർച്വൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, പിന്നെ കോൺഫിഗറേഷൻ, ഇവ കാരണമുള്ള ഒരു വസ്തുവിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജിക്കാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്ട് U is equal to mgh. U is equal to mgh. അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, എർത്തിന്റെ അട്രാക്ഷൻ കാരണം ഒരു വസ്തുവിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് U is equal to mgh. ഒരു മരത്തിൽ നിൽക്കുന്ന ആപ്പിളിന് അല്ലെങ്കിൽ ഓറഞ്ചിന് അല്ലെങ്കിൽ തെങ്ങയിൽ നിൽക്കുന്ന തേങ്ങയ്ക്കെല്ലാം U is equal to mgh ഉണ്ട്. mgh എന്ന് വേണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ അവ താഴോട്ട് വീഴുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജിയാണ് അവയുടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് താഴോട്ട് വരുന്നതിനനുസരിച്ച് സ്പീഡ് കൂടിക്കൂടി വരുന്നത്. അപ്പൊ അവയുടെ പൊട്ടൻഷ്യൽ എനർജി തീരുമാനിക്കുന്ന ആ ഫാക്ടർ H ആണ്. H സാധാരണ ഈ ഹൈറ്റ് നമ്മൾ അളക്കുന്നത് എർത്തിന്റെ സർഫസിൽ നിന്നാണ്. എർത്തിന്റെ സർഫസിൽ നിന്ന് ആ വസ്തുവിലേക്കുള്ള ദൂരമാണ് ഹൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. H ഹൈറ്റ്, M മാസ്, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൽ mg എന്ന് പറഞ്ഞ വെയിറ്റ് ആണ്. ഇവിടെ mg എന്ന് പറഞ്ഞ വെയിറ്റ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ വർക്ക് എന്ന് പറഞ്ഞ. mg എന്ന് പറഞ്ഞ വെയിറ്റ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇൻറ്റു h എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. F ഇൻറ്റു d വർക്കാണ്. പൊട്ടൻഷ്യൽ എനർജി ഒരു സൈസ് വർക്കാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡെൽറ്റ U ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് നമ്മൾ പറയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും എന്താ കൺസർവേറ്റീവ് ഫോഴ്സ്. ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. നെഗറ്റീവ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. ഫോഴ്സിന്റെ വർക്ക് ഡണിന്റെ നെഗറ്റീവ് ആണ്. ഡെൽറ്റ U ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഡെൽറ്റ U ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ വർക്ക് ഡൺ. ഏത് കേസിൽ? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയെ ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. എന്ത് സൈസ് ഫോഴ്സ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പൊ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ് എന്ന് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇവിടെ ആ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ U ഈക്വൽ ടു മൈനസ് F ഇൻറ്റു ഡെൽറ്റ എക്സ്. മൈനസ് F ഇൻറ്റു ഡെൽറ്റ എക്സ്. F ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ വർക്കാണെന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഡെൽറ്റ U ഈക്വൽ ടു മൈനസ് W. ഡെൽറ്റ U ഈക്വൽ ടു മൈനസ് F ഇൻറ്റു ഡെൽറ്റ എക്സ്. F കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. F ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. അതാണ് പൊട്ടൻഷ്യൽ എനർജി കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള ബന്ധം. ഒന്നാമത് ഇതൊരു സ്റ്റോർഡ് എനർജിയാണ്. അത് പൊസിഷൻ കാരണമോ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കാരണമോ കോൺഫിഗറേഷൻ കാരണമാണ് ഉണ്ടാവുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ U ഇസ് ഈക്വൽ ടു mgh. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ സംബന്ധിച്ച് പറയുക. ഇനി രണ്ട് സൈസ് ഫോഴ്സ് ഉണ്ട്. ഫോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ഫോഴ്സിനെ തിരിക്കാം. ഒന്നാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഒന്നാമത്തെ ടൈപ്പ് ഫോഴ്സ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ്. അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓൺലി. ഒരു വസ്തുവില് നമ്മൾ വർക്ക് ചെയ്യുന്നു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നു. എർത്തിന്റെ സർഫസിലുള്ള രണ്ട് പ്രതലങ്ങളാണിത്. ഇതാണ് എർത്ത്, ഇത് എർത്ത്. ഇവിടുന്ന് ഉണ്ടോ, ഇവിടുന്ന് ഒരു വസ്തുവിനെ നേരെ ഇവിടേക്ക് എടുക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റിൽ നിന്ന് ഒരു വസ്തുവിനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് എടുക്കുന്നു. ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് നമ്മൾ എടുക്കുന്നു. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1, ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് നമ്മളൊരു വസ്തുവിനെ ഫൈനൽ പൊസിഷനിലേക്ക് എടുക്കുന്നു. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ എത്ര വഴി വേണേലും നമുക്ക് കണ്ടോ, ഇതിലേ വേണേ പോകാം, ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വേണേ പോകാം. എത്ര വഴി വേണേലും 1 നിന്ന് 2ലേക്ക് പോകാൻ വേണ്ടി ആ വസ്തുവിനെ നമുക്ക് ഏത് വഴിക്ക് വേണേലും കൊണ്ടുപോകാം. ഏതൊക്കെ വഴി എടുത്താലും വർക്ക് ഡൺ
1, 2 ഈ ഇനിഷ്യൽ ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ വഴിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്ത് ഈസ് നോട്ട് കൺസിഡേർഡ്. പാത്ത് നോട്ട് കൺസിഡേർഡ്. പാത്തിന്റെ നീളം പ്രശ്നമല്ല. ഒന്നാമത്തെ സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് വസ്തുവിനെ കൊണ്ടുപോകുമ്പോൾ പാത്തിന്റെ നീളത്തെ അത് ബാധിക്കുന്നില്ല. 1, 2 ഈ സ്ഥാനങ്ങളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ആ വർക്ക് ചെയ്യുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓൺലി. ഇടയ്ക്കുള്ള ചരിത്രമില്ല, ഇടയ്ക്കുള്ള വഴിയില്ല. വഴി എത്ര നീളം കൂടിയതാണേലും വഴി എത്ര കുറഞ്ഞതാണേലും ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ വർക്ക് ഡൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെ മാത്രമേ പരിഗണിക്കത്തുള്ളൂ. എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ആ കാര്യം കൺസർവേറ്റീവ് ഫോഴ്സിനെ സംബന്ധിച്ച് സത്യമാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ യു ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. ഒരു കൺസർവേറ്റീവിന്റെ ഫോഴ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ആ റിലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോഴ്സും അങ്ങനെ വർക്ക് ചെയ്യുന്ന ഫോഴ്സും കൺസർവേറ്റീവ് ആയിരിക്കും. ഒന്ന്, ഇനിഷ്യൽ ഫൈനൽ പൊസിഷനെ മാത്രമേ വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വർക്ക് ഡൺ ആണ്, ശ്രദ്ധിക്കണം, ഫോഴ്സ് അല്ല. വർക്ക് ഡൺ ഇനിഷ്യൽ ഫൈനൽ പൊസിഷൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ. അതാണ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എൻഡ് പോയിന്റ്സ്. സ്റ്റാർട്ടിങ്, എൻഡിങ് ഈ പോയിന്റുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് മറ്റൊരു രീതിയിൽ അതിന്റെ ഡെഫിനിഷൻ മറ്റൊരു രീതി പറഞ്ഞിരിക്കുന്നതാണ്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻഡ് പോയിന്റ്സ്. എൻഡ് പോയിന്റ്സിനെ മാത്രമാണ് വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ W ഈസ് ഈക്വൽ ടു KF മൈനസ് KI ഇങ്ങനെ പറഞ്ഞു വന്നത് നമ്മൾ ഓർക്കുന്നു കാണും. വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു KF മൈനസ് KI. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനി ഇങ്ങനെ നമുക്ക് പറയാം UXI മൈനസ് UXF. ഫൈനൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ, അല്ലെ കൈനറ്റിക് എനർജി ചേഞ്ച്, പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഡെൽറ്റ യു പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ പറയാം, കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് UI മൈനസ് UXI മൈനസ് UXF എന്ന് വന്നേക്കുന്നത്. കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ടാണ്. നെഗറ്റീവ് ഉണ്ട് ഇവിടെ, കണ്ടോ. ഡെൽറ്റ യു ഇസ് മൈനസ് F ഇൻറ്റു ഡെൽറ്റ എക്സ്. മൈനസ് വർക്ക് ഡൺ എന്നാണ്, മൈനസ് വർക്ക് ഡൺ. അതുകൊണ്ടാണ് കൈനറ്റിക് എനർജിക്കകത്ത് XI ടൈം ആദ്യം വന്നേക്കണേ. ഇപ്പൊ W ഇസ് ഈക്വൽ ടു KF മൈനസ് KI ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെ നമുക്ക് പറയാം. ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. UXI മൈനസ് UXF എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പ്രത്യേകം ഓർക്കുക. ഇങ്ങനെ നമുക്ക് വർക്ക് എനർജി തിയറി നമുക്ക് എഴുതാം. ഇനി അടുത്ത സംഗതി ഇതാണ്. ഈ വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ എൻഡ് പോയിന്റ്സ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അടുത്ത, വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. അതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ ഈ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ആദ്യമേ എടുക്കുന്നു. ഏത് വഴി കൂടെ വേണേലും പോകാം. ഈ വഴി കൂടെ 1 നിന്ന് 2 എടുക്കുന്നു. നേരെ 2 നിന്ന് തിരിച്ച് 1 തന്നെ കൊണ്ടിരുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വസ്തു തിരിച്ചു വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ആ പാത്തിന് പറയുന്ന പേരാണ് ക്ലോസ്ഡ് പാത്ത് എന്ന് പറയും. ഒരു വസ്തു അതിരിക്കുന്ന പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. സഞ്ചരിച്ചു കഴിഞ്ഞ് മൂവ് ചെയ്ത് വസ്തു അതിരിക്കുന്ന അതിന്റെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഏത് വഴി കൂടെ വന്നാലും വേണ്ടൂല. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, ആ വസ്തുവിനെ കൊണ്ടുപോകുന്ന ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആണെങ്കിൽ, ഒരു ക്ലോസ്ഡ് പാത്ത് 0 ആണെങ്കിൽ ആ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അതിന്റെ കാരണമുള്ള വർക്ക് ഡൺ ഇനിഷ്യൽ ഫൈനൽ പൊസിഷൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. 2, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് വർക്ക് ഡണ്ണിന് തുല്യമാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി
അതിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ വർക്ക് ഡണിന് തുല്യമാണ് നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ആണ്. എൻ പോയിന്റ്സിനെ മാത്രമേ വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒരു ക്ലോസ്ഡ് പാത്തില്, അതായത് വസ്തു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ 0 ആയിരിക്കും. ഇത്രയൊക്കെയാണ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുക. ഒരു തവണ വായിക്കല്, ഒത്തിരി തവണ വായിക്കണം. ഒത്തിരി തവണ വായിച്ച് മനസ്സിൽ ഓർക്കണം ഈ പോയിന്റ്സ് ഒക്കെ. എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിന് എക്സാമ്പിൾ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിന് എക്സാമ്പിൾ ആണ് എന്ന് ഓർത്തിരിക്കുക കൺസർവേറ്റീവ് ഫോഴ്സിന്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫോഴ്സ് ആണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു ഭാഗം വേണ്ട. ഇഫ് ദ വർക്ക് ഡൺ ഡിപ്പെൻഡ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് വെലോസിറ്റി. വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു വർക്ക്, അല്ലെങ്കിൽ പർട്ടിക്കുലർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഫോഴ്സ് വുഡ് ബി കോൾഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇപ്പൊ എന്താ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഇഫ് ദ വർക്ക് ഡൺ ഡിപ്പെൻഡ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് വെലോസിറ്റി ഓർ പർട്ടിക്കുലർ പാത്ത് ടേക്കൺ ബൈ ദ ഒബ്ജക്ട്, ദ ഫോഴ്സ് വുഡ് ബി കോൾഡ് നോൺ കൺസർവേറ്റീവ്. അതായത് ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് അത് വെലോസിറ്റിയെയോ അല്ലെങ്കിൽ ആ വസ്തു പോകുന്ന പ്രത്യേക പാത്തിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി നീളം കൂടിയ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ വർക്കുണ്ട്, നീളം കുറഞ്ഞ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് വർക്കേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. വർക്ക് പാത്തിന്റെ നീളത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഇഫ് ദ വർക്ക് ഡൺ ഡിപ്പെൻഡ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് വെലോസിറ്റി ഓർ പർട്ടിക്കുലർ പാത്ത് ടേക്കൺ ബൈ ദ ഒബ്ജക്ട്, ദ ഫോഴ്സ് വുഡ് ബി കോൾഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അങ്ങനെ പറയാം. അപ്പൊ അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വസ്തുവിന്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ പറയും, ആ വർക്ക് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ പറയും അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എക്സാമ്പിൾ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഈസ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് നോട്ട് 0. ഇങ്ങനത്തെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ ഒരു വസ്തു പോകുമ്പോൾ ഈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 അല്ല. പക്ഷെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് 0 ആണ്. ഇപ്പൊ എന്താ കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വെലോസിറ്റിയെയോ പാത്തിന്റെ നീളത്തെയോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇനിഷ്യൽ ഫൈനൽ പൊസിഷൻസിനെ മാത്രമേ ഉള്ളൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതൊന്നാമത്തെ കാര്യം. 2, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കൊക്കെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കിന് തുല്യമാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇനി ഒരു വസ്തു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു, അതായത് വസ്തുവിന്റെ പാത്ത് ക്ലോസ്ഡ് പാത്താണ് എങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കും. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് അങ്ങനത്തെ ഒരു ക്ലോസ്ഡ് പാത്ത് ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കത്തില്ല. വർക്കാണ് 0 ആവാത്തെ. അക്കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള സെപ്പറേഷൻ, ബന്ധങ്ങൾ, വ്യത്യാസങ്ങൾ. സാർ, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് പഠനത്തിനിടയിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അന്നുള്ള പഠനം കൊണ്ട് മാത്രമേ ഫിസിക്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റൂ. നിങ്ങൾ ഒരു പക്ഷേ SSLCക്ക് ഫുൾ A+ കിട്ടിയതായിരിക്കാം, നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള ആളുകളായിരിക്കാം. എന്നിരിക്കലും നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതിനെ നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കും. അങ്ങനെ ടെൻഷനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഇന്നത്തെ പാഠം ഇന്ന് തന്നെ പഠിച്ച് അതിന്റെ നോട്ട് എഴുതിയെടുക്കണം. പഠിക്കുക എന്ന് പറയുന്നത് തറവായിട്ട് ആദ്യം നന്നായിട്ട് വായിക്കണം, ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലെങ്കിൽ പലതവണ കാണണം. ഇതൊന്നും കാണാതിരിക്കാനുള്ള ഒത്തിരിയേറെ ടെൻഡൻസികൾ നമുക്കുണ്ട്. നോട്ട് എഴുതാതിരിക്കാനുള്ള ടെൻഡൻസിയും നമുക്കുണ്ട്, റീസൺസും ഉണ്ട്. എന്നിരുന്നാലും എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലും നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചേ മതിയാവൂ. അതുകൊണ്ട് അല്പാൽപമാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഗെയിം കളിക്കുന്ന സമയവും മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുന്ന സമയവും ഒക്കെ അല്പം ഒന്ന് കുറച്ച് ഫിസിക്സിന് എന്ന് 1 മണിക്കൂർ സമയം കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അന്നന്നത്തെ പാഠം അന്നന്ന് പഠിക്കുക. പഠിച്ച് നോട്ട് എഴുതി സാറിന് അയക്കുന്ന കാര്യത്തിൽ ആരും മറക്കരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധ ടെൻഷനും നിങ്ങൾക്ക് പഠനത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
അല്ലെങ്കിൽ നമ്മൾ ടെൻഷനാണ്, പേടിയാണെന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് സമയം നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. പഠിക്കേണ്ട രീതികളെക്കുറിച്ചും അല്ലെ പഠനത്തെക്കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഒട്ടും സമയം പോയിട്ടില്ല. ഇപ്പൊ തന്നെ തുടങ്ങിയാലും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. ഒത്തിരി നീട്ടി വെച്ച് എനിക്ക് റേഞ്ച് ഇല്ല എന്നൊന്നും പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് റേഞ്ച് ഉണ്ട്. പഠനത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം നമുക്ക് റേഞ്ച് ഇല്ല. അതൊരു വിരോധാഭാസം തന്നെ. ഉള്ള റേഞ്ചൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് പഠിച്ചാൽ അതിന്റെ ഒരു ഗുണം ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോഴും നമുക്ക് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, വിക്ടേഴ്സ് കൈറ്റ് വിക്ടേഴ്സ് ക്ലാസ്സുകൾ നന്നായിട്ട് പങ്കെടുക്കണം. കൈറ്റ് വിക്ടേഴ്സ് ക്ലാസ് നന്നായിട്ട് പങ്കെടുത്ത് ബുക്കിന്റെ മറു സൈഡിൽ നിങ്ങൾ നോട്ട് എഴുതണം. അപ്പം ആ ക്ലാസ്സും വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പങ്കെടുക്കണം. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ആ ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് അർഹിക്കുന്ന സീരിയസ്നെസ്സോടുകൂടി അതിന് കൊടുക്കേണ്ട സമയത്ത്, ആ ക്ലാസ് ഏത് സമയത്താണോ തുടങ്ങുന്നത് ആ സമയത്ത് കൃത്യമായിട്ട് ആ ക്ലാസ്സിൽ കയറിയിരുന്ന് ബാക്കി എല്ലാ ബിസിനസ്സും അവസാനിപ്പിച്ച് ക്ലാസ്സും നോക്കി നോട്ട് എഴുതിയെടുക്കണം എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ക്ലാസ് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ വീണ്ടും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാലും വീഡിയോ ക്ലാസ്സിന് പല മേന്മകളും ഉണ്ട്. അത് പല തവണ നമുക്ക് കാണാം, കണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കൂടുതൽ തവണ കണ്ട് നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ മേന്മയും ഈ വീഡിയോ ക്ലാസ്സിനുണ്ട്. നമുക്ക് മറ്റ് ഇടപാടുകൾ കാരണം, ഗെയിം കളിയും മറ്റു കാര്യങ്ങളൊക്കെ കാരണം, മെസ്സേജ് അയക്കുകയും എല്ലാം കാരണം നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള ശ്രദ്ധയൊക്കെ അല്പം ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സും അതുപോലെ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളും എല്ലാം നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. ഈ 2 ക്ലാസ്സുകളുടെ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. എപ്പോൾ ചോദിച്ചാലും കിട്ടത്തക്ക രീതിയിൽ, സാറേ എനിക്ക് 2 മാസം വേണം, അല്ലെങ്കിൽ എനിക്ക് 2 ദിവസം വേണം, അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് ഞാൻ പൂർത്തിയാക്കിയേക്കാന്നൊന്നും പറയല്ലേ. അന്ന് തന്നെ നിർബന്ധമായിട്ടും ഈ ക്ലാസ്സുകളുടെ നോട്ടുകൾ എല്ലാം പൂർത്തിയാക്കണം. നമുക്ക് വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫിസിക്സിന്റെ കാര്യത്തിൽ സാറിനെ വിളിക്കണം. മറ്റാരോട് പറഞ്ഞാലും ആ വിഷമമൊന്നും തീരൂല. അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ മിടുക്കരാണ്, നല്ല കഴിവുറ്റ കുട്ടികളാണ്, നല്ല സ്ഥാനത്ത് ചെല്ലേണ്ടതാണ് ജീവിതത്തിൽ. അക്കാര്യം പ്രത്യേകം ഓർക്കണം. പിന്നീടുള്ള സന്തോഷവും സുഖവും ഒക്കെ ഇപ്പോഴുള്ള കഷ്ടപ്പാടിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. ആ ഓർമ്മയ്ക്കനുസരിച്ച് ക്ലാസ്സും നോട്ടും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രത്യേകം